ഹായ്, അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. നമ്മൾ ആസ് യൂഷ്വൽ പുതിയൊരു ഉടായ്പ പരിപാടിയായിട്ട് ഇന്ന് പോകാൻ പോവാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അറിയാലോ, ഞാൻ ചെറിയ ഫോട്ടോഗ്രാഫറാണ്. കുറച്ച് പരിപാടിയായിട്ട് ഇരിക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക്, നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മുടെ കൂടെയുള്ള ഒരു തെണ്ടി ജിഷ്ണു. അപ്പൊ അവൻ വിളിച്ചിട്ട് അവന് മീൻ കുട്ടി ചോറ് വേണം. അവന് കടയിൽ പോയി മീൻ കുട്ടി ചോറുണ്ടാ പോരാ, അവന് വരാപ്പുഴ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്ത് അവിടെ നിന്ന് ചോറുണ്ടാക്കി അവന് ഷെമീൻ ഉണ്ടാക്കി ചോറും കൂട്ടി കഴിക്കണം. ഷെമീനും കൂട്ടി ചോറ് കഴിക്കണം. അപ്പൊ അവന്റെ വലിയൊരു ആഗ്രഹമായിട്ട് അവൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങള് ഇറങ്ങാൻ പോവാണ്. അപ്പൊ അവനറിയാൻ പാടില്ല ഞാൻ ഈ മൈക്ക് സാധനമൊക്കെ ആയിട്ട് പോകണം. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം. വരാപ്പുഴ മാർക്കറ്റിലാണ് പോകുന്നത്. ഞാനുള്ളത് കാക്കനാടാണ്. വരാപ്പുഴ മാർക്കറ്റ് എനിക്ക് ഇവിടുന്ന് ഒരു ലുലുമാളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ കാണുമായിരിക്കും. അതിനേക്കാൾ കുറച്ചുകൂടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് ഇറങ്ങാൻ പോവാ. എന്താ സിറ്റുവേഷൻ, മീൻ ഉണ്ടാവുമോ ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കട്ടെ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ അവനെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്തപ്പോൾ തന്നെ അവൻ ആദ്യം പറഞ്ഞത് വിശക്കുന്നടാ, ഫുഡ് കഴിക്കണമെന്നായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള കടയിലൊക്കെ അങ്ങോട്ട് വലിഞ്ഞു കയറി. അങ്ങനെ ഫുഡ് അടിയും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളിതേ വരാപ്പുഴ മാർക്കറ്റിലേക്ക് എത്തി. എനിക്ക് പൊതുവേ ഈ മാർക്കറ്റുകളിലൊക്കെ വരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാട്ടാണ്. അത് മാർക്കറ്റ് ഭയങ്കര കളർഫുള്ളായിരിക്കും. പല ടൈപ്പ് കളേഴ്സ് പല രീതിയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാനങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഓരോ മീനും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് നടന്നു. അവന് വേറെ കുറച്ച് കാര്യം കൂടിയൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അവനപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ പോയി. കൂട്ടത്തിൽ ഞാൻ ഒരു അടിപൊളി പട്ടീനെ കണ്ടിട്ട് അതിനൊക്കെ ഉണ്ടെങ്കിൽ പാവം തോന്നി. ഭയങ്കര കൂളായിട്ടായിരുന്നു നോക്കിയിരിക്കണം. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ മുതൽ. ഇവനാണ് ജിഷ്ണു, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് നേരെ ലുലുവിലേക്ക് പോയി. കുറച്ച് അച്ചാറൊക്കെ മേടിക്കണ്ടായിരുന്നു. പാഴ്സൽ കൊണ്ടുപോകാനാണ്. അതെന്തിനാന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പിന്നെ കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതും എന്തിനാന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. വലിയ നാണക്കാരനാണ് ഞാൻ. അങ്ങനെ പരിപാടിയെല്ലാം കേട്ട് അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനി എന്തൊക്കെയോ പറയാണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പം പറയാം. ഹലോ ഗൈസ്, സംഭവം ഞാൻ ഇവിടുന്ന് കാവടി തുള്ളിയാണ് പോയെങ്കിലും ട്രാജഡി ആയിട്ടാണ് തിരിച്ചു വന്നത്. അത് അവന് മീൻ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. മീനെല്ലാം കിട്ടി, മീനെല്ലാം നമ്മൾ മേടിച്ചു. അവൻ വീട്ടിൽ പോയി. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ പോവാണ് ഇവിടുന്ന്. അവൻ വേറൊരു ജോലി ശരിയായി. അവൻ ഡൽഹിയിലേക്ക് ചേഞ്ച് ചെയ്യുക, ഡൽഹിയിലേക്ക് പോവാണ്. അവന് ഡൽഹിയിലൊരു വർക്ക് സെറ്റായി. അപ്പോൾ അവൻ അതെന്നോട് പറയാനും ഞങ്ങൾ കുറേ നാളായത് ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് ചെറുപ്പം തൊട്ടേ ഒരുമിച്ചുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ എന്നാൽ പോലും അങ്ങനെ റെഗുലർലി കാണുന്ന ആൾക്കാരൊന്നുമില്ല. അവൻ്റെ വർക്കായിട്ട് ഡിസൈനറാണ്, അവൻ്റെ വർക്കായിട്ട് തിരക്കാണ്. ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കാം. എന്നാൽ പോലും ഒരു ബോണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ല, അത് അത്ര ബോണ്ടുള്ള ഒരാൾക്ക് എല്ലാ ദിവസം കാണേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലൊരു വിഷമം. ഒബ്വിയസ്ലി നമ്മുടെ ഒരു ബ്രദർ പോകുന്ന പോലെ തന്നെ ഉള്ളൊരു വിഷമമാണ്. ഇപ്പം എൻ്റെ ചേട്ടൻ പോകുമ്പോൾ എനിക്കിപ്പോഴും സങ്കടമാണ്. ഇത്ര വർഷം, എനിക്കിപ്പോൾ 30 വയസ്സായി. അപ്പോഴും എൻ്റെ ചേട്ടൻ പോകുമ്പോൾ നമുക്കിപ്പോഴും ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ആ സെയിം ഫീലാണ് ഇവൻ പെട്ടെന്ന് പോകുന്നത് കേട്ടപ്പോഴും എനിക്കുണ്ടായിരുന്നത്. അത്രയും ആ ഒരു ബോണ്ട് ഭയങ്കരമാണ് അവനായിട്ടുള്ള. അപ്പോൾ ആശാൻ പോവാണ്. പുതിയൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടി. കുറച്ച് നാളൊന്ന് മാറിക്കാനുള്ള മൂഡിലൊക്കെ പോവുക. അപ്പോൾ അവന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കൂടിയാണ് പോയത്. കുറച്ച് സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് വേറെ വേണ്ട സാധനങ്ങൾ കുറച്ച് ലുലുവിലൊക്കെ പോയി ഞങ്ങൾ കളക്ട് ചെയ്ത്. അപ്പം ഞാനിത് വലിയൊരു വ്ളോഗ് ആക്കണം, അല്ലെങ്കിൽ അവനായിട്ടുള്ള ടൈം കുറച്ച് അടിപൊളിയാക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ടൊന്നും എടുക്കാൻ തോന്നിയൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ക്ലിപ്പുകൾ മാത്രമേ എടുത്തെടുത്ത് വെച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ കൂടുതൽ ഈ പോകുന്നതിനെ പറ്റി ഡിസ്കഷൻ, എന്താ റൂം കാര്യങ്ങൾ സെറ്റായി എന്നുള്ള ചർച്ചകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അല്ലാണ്ട് അധികം ഡെപ്തായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചൊന്നുമില്ല. അവനും വിഷമമുണ്ട്, ഉണ്ടാവും, എനിക്കും വിഷമമുണ്ട്. പിന്നെ പോയിട്ട് വരട്ടെ, എവിടെയാണെങ്കിലും പോയിട്ട് വരട്ടെ. ഓക്കെ ആയിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സേഫ് ആയിട്ടിരിക്കട്ടെ. എന്നും ആ ഒരു ബോണ്ടും കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ഒട്ടും പ്രതീക്ഷയില്ല പെട്ടെന്ന് അവൻ പോകുന്നുള്ള. ഇതിനു മുമ്പ് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും. അങ്ങനെ റെഗുലർ വിളിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഇടയ്ക്ക് വിളിക്കുന്ന നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കാണും. അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അപ്പം ഇതാണ് സംഭവം. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും വീഡിയോ ഒന്നും ചെയ്തൊന്നുമില്ല. ജസ്റ്റ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ്റെ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. അപ്പം എവിടെയെങ്കിലും പോയിട്ട് വാടാ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ ഉള്ള ആളുമല്ല. ഫോട്ടോഗ്രാഫി ആയിട്ട് ഞാനും ട്രാവലിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് എവിടെയും ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ആയിട്ടേക്കുന്ന ഫീലൊന്നുമില്ല. പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും വർക്ക് പരിപാടിയൊക്കെ ആയിട്ട് ഓട്ടം കാര്യങ്ങളൊക്കെ. അപ്പം അവരെന്തായിട്ട് സേഫായിട്ട് പോയിട്ട് വരട്ടെ. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ
മാറി നിൽക്കുന്നവരായിട്ട് ഒരു ബോണ്ട് കീപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാർ എല്ലാവർക്കും ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. ഓവറായിട്ട് ഞാൻ അതിനകത്തോട് സംസാരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് വേറെ സ്ഥലത്ത് മാറിപ്പോകുമ്പോൾ ഉള്ളൊരു വിഷയം, ഒരു വിഷമം എന്താണുള്ള, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്താണുള്ള, ഒരു രസമുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പം എന്തായാലും അവൻ ഇനി പോയിട്ട് വരട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പം പറയാം. ടാറ്റാ.